നീ അന്യെങ്കിലും അശ്വതിയുടെയായിരുന്നു. അശ്വതീച്ചിന് പാവം. അശ്വതീച്ച് പറയും അശ്വതീച്ചിനെ പറ്റി. അശ്വതീച്ച് എവിടുന്ന് വരുന്നു, എന്ത് ചെയ്യാന്ന് ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് മാത്രമേ സഞ്ചി എന്തുകൊണ്ട് കങ്കാരുവിന്റെ കുട്ടികൾ ചാടി ചാടി നടക്കണോണ്ട് അതിനെ മാനേജ് ചെയ്യാൻ എളുപ്പമായിട്ട് അതങ്ങ് ഇടാലോ. അപ്പൊ പിന്നെ അതെങ്ങും ചാടി പോവില്ലല്ലോ. മുയലിന്റെ കുട്ടികൾക്കും വേണ്ടേ? മുയലും ചാടി ചാടിയല്ലേ പോവാറ്. ചേച്ചി ഒരെണ്ണം വെച്ചു കൊടുക്കും. എന്നോട് ഈ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുൻപ് തന്നെ PRO പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞു. പ്രൊഡ്യൂസേഴ്സ് പ്രത്യേകം പറഞ്ഞു സിനിമയെ കുറിച്ച് ഒന്നും ചോദിക്കരുത്, കാരണം നിങ്ങൾക്ക് ആർക്കും ഒരു തേങ്ങ അറിയില്ലെന്ന്. അതെനിക്ക് ഗർഭത്തിനെ കുറിച്ച് സംസാരിക്കും. അപ്പൊ ആ രാത്രിയാണ് പ്രശ്നം. ചേട്ടൻ ഇടക്കിടക്ക് അങ്ങോട്ട് നോക്കണ്ടേ, ഇനി കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്നുള്ള രീതിയിൽ. അല്ല ഓക്കെ, കൊച്ചുങ്ങളായിട്ട് വരരുത്. അല്ല നിങ്ങൾ പോയിട്ട് ഭയങ്കര ഡാൻസ്. മുല്ല അറിയില്ലേ? മുല്ലേനെ അറിയോ? എടപ്പാളിലുള്ള എന്റെ വീട് പൊന്നാനിയല്ലേ? അല്ല ബൈച്ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ, ക്ലേശ ചോദ്യം ആയിരിക്കും. ഇനിയിപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, കാരണം ഒത്തിരി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. പുതിയൊരു ചോദ്യമാണ്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ചോദ്യമാണ്. അല്ലേ ഇത് ക്ലേശ ചോദ്യമാണെന്ന് ഇത് ആദ്യമേ പറഞ്ഞു. പക്ഷെ ഇത് ക്ലീശ ചോദ്യമല്ല, ഇതൊരു പുതുമയുള്ള ചോദ്യമാണ്. സൂര്യ അങ്ങനെയൊന്നും ഇല്ല സൂര്യ, ഇത് കിട്ടുന്നതൊക്കെ ചെയ്യാന്നുള്ളതേ ഉള്ളു. അല്ലാതെ നമുക്ക് അങ്ങനെ റോൾ അഭിനയിക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. എല്ലാരെയും കല്യാണം കഴിക്കും. എല്ലാരും കിട്ടും. ലൈഫ് ഫ്രീ ആണോ? അതിനിപ്പോ എന്താ, പിന്നെ സിംഗിളാണ്. ചേച്ചിയുടെ ഇൻസ്റ്റ പേരെന്താ? ഇതെന്താ ചേട്ടാ ഈ നെറ്റില് പറ്റിയത്? ചെറുപ്പത്തിലത്തെ ഓരോ വികൃതികൾ. ആണോ? അതെന്തായിരുന്നു? ഞാൻ മൂർഖൻ പാമ്പിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഗുരുവായൂർ തറവാട്ടിലെ കുളത്തിലേക്ക് ഇറങ്ങി പോയ സമയത്ത് ഞാൻ ഈ കുളത്തിൻ്റെ മുകളിൽ നിന്ന് കാൽ സ്ലിപ്പ് ചെയ്ത് താഴെ വന്ന് വീണ് നേരെ ഒരു കല്ലിലേക്ക് ചെന്ന് ഇടിച്ച് തല. അന്നുണ്ടായ ഒരു മാർക്കാണ്. പക്ഷെ ചേട്ടാ സാധാരണ മൂർഖമാവന്റെ കഴിവ് ഞങ്ങളൊക്കെ തിരിഞ്ഞോടുക ചെയ്യുന്നത്. ചേട്ടാ അതിനെ പിടിക്കാൻ പോയോ? മൂർഖമാവനെ കൺവിൻസ് ചെയ്ത് അങ്ങനെ സാധാരണ നമ്മളൊരു മുറിഞ്ഞൊക്കെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോഴത്തേക്കും എല്ലാരും സമാധാനിപ്പിക്കട്ടെ മോനെ കരയുണ്ടാന്ന്. മൂർഖമാവനെ പിടിക്കാനെന്ന് പറഞ്ഞാൽ അടി കൂടുതൽ കിട്ടില്ല. ഓ മുറിവും അടി എല്ലാം കൂടെ ദിവസം അടി കിട്ടാനുള്ള എന്തെങ്കിലും ഒപ്പിക്കുമായിരുന്നു ഞാൻ. എന്തെങ്കിലും ഉറക്കം വരില്ല, അങ്ങനത്തെ സൈസ് സാധനങ്ങളായിരുന്നു. ചേട്ടന്റെ മനസ്സിൽ വളരെ നല്ല ബാല്യകാലം. കറക്റ്റ് അതല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ എന്തെങ്കിലും കഥയുണ്ടോ? അത് എനിക്കുമില്ല. ചേട്ടൻ പറയട്ടെ, വേറെ ഒരു ഇതുപോലത്തെ ഒരു രസകരമായ മറ്റൊരു കഥ എന്താ ചേട്ടൻ ചെയ്തിട്ടുള്ളത്? പിന്നെ ഞാൻ എന്ത് തെറ്റ് ചെയ്യുകയാണെങ്കിലും ഇവക്ക് അറിയാം അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥ എന്താവും എന്നുള്ളത് ഇവക്ക് നല്ലൊരു ബോധ്യമുണ്ട്. ഈ ഒരു ലിമിറ്റിന് മുകളിലേക്ക് ഞാനൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കൂല എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ട്. പക്ഷെ എനിക്ക് ആ സ്റ്റെപ്പ് എവിടെയാണുള്ള സ്റ്റെപ്പ് എന്നുള്ളത് എനിക്ക് അറിയണോണ്ട് തന്നെ ഞാൻ ആ സ്റ്റെപ്പ് ചവിട്ടാതെ മേലത്തെ സ്റ്റെപ്പ് നമുക്ക് എടുത്തിയാടും അല്ലേ. ഞാൻ KSFD വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബോസായിരുന്നു സൂവാണ് സാർ. അപ്പോൾ സാറിനെ കാണാൻ വേണ്ടി വീട്ടിൽ ഇവർ 2 കുട്ടികൾ വീട്ടിൽ എനിക്ക് വാതിൽ തുറന്ന് ഓർമ്മയുണ്ടോ? ഉണ്ടാവില്ലല്ലോ. നമ്മൾ വാതിൽ തുറക്കുന്നതൊന്നും ഓർത്തു വയ്ക്കാറില്ല. അത് എന്താ നിഷ്കളങ്കമായിട്ടാ പറഞ്ഞു. ഞാൻ ഒരു ഡോക്ടറായത്. എന്റെ അച്ഛനൊരു ഡോക്ടർ ആക്കണമെന്നായിരുന്നു ആഗ്രഹം. ആണോ? സലീം സാറിന് അങ്ങനെയായിരുന്നോ? എന്നിട്ട് എന്തുകൊണ്ടായില്ല? പഠിക്കാൻ പറ്റാത്തോണ്ട് എനിക്ക്. ഓ, അതെപ്പ തിരിച്ചറിഞ്ഞു? അത് പഠിക്കാൻ പോയപ്പോ
വീട്ടുകാർക്കിടയിൽ വൈറലായ ഗ്രേസിന്റെ ആ ഒരു സീക്രട്ട് എന്താണ്? എന്റെയോ? അയ്യോ ഒന്നും പറയാൻ പറ്റില്ല. അല്ല വൈറലായല്ലോ വീട്ടുകാരുടെ ഇടയില്. വീട്ടുകാരുടെ ഇല്ലടോ, വീട്ടുകാരുടെ എനിക്ക് അങ്ങനെയൊന്നും മനസ്സിലാവൂല ആൾക്കാരെ. ആളുകളെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ? പിന്നെ ഇല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വരില്ലല്ലോ ഞാൻ. അറിയില്ലെങ്കിൽ ഞാൻ പറയാം. അതാ നല്ലത്. വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ. ഫണ്ണി അങ്ങനത്തെ എന്തെങ്കിലും പിന്നെ ഇവിടെ അയ്യോ ഭയങ്കര ഇവര് രണ്ടുപേരും ഈ പണി എൻജോയ് ചെയ്യുന്ന പോലെ വേറെ ആരെങ്കിലും എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. നിങ്ങൾ രണ്ടുപേരും രാവിലെ 6:30 ഒക്കെ TV തുറന്ന് നോക്കിയ ഞാൻ 6:30 TV ഒക്കെ വെച്ച് കഴിഞ്ഞ് നിങ്ങളെ കണ്ടാ ഞാൻ ദൈവം ഇത് എന്തൊരു രാത്രിയിൽ റിപ്പീറ്റാ. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ബേസിൽ. ശരിക്കും പൃഥ്വിരാജ് ബേസിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കുന്നത്? അല്ല ബേസിൽ എപ്പോഴും ഹാപ്പിയാണ്. ഞാൻ ബേസിൽ അങ്ങനെ അത് ഇപ്പൊ ഫുഡ് പ്രോഡക്ട്സ് പലതും ഇപ്പോ മല്ലിപ്പൊടി തൊട്ട് മുളക് പൊടി തൊട്ട് ഇതെല്ലാം അഡൾട്ടറേറ്റഡ് ആണ് പലതും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കോയമ്പത്തൂർ പാലക്കാട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കേരളത്തിലേക്ക് വരുന്ന പച്ചക്കറി, അതായത് തമിഴ്നാട്ടിലേക്ക് പോകുന്ന പച്ചക്കറി, അല്ലെങ്കിൽ അവര് കഴിക്കുന്ന 2 തോട്ടാ. ഒന്ന് കേരളത്തിലേക്ക് വരുന്ന ഫുള്ള് വിഷം അടിച്ചിട്ടുള്ളത്, അവർക്ക് പോകുന്ന അവർ നല്ല പച്ചക്കറി. ഓക്കെ, ഇങ്ങനത്തെ തോട്ടങ്ങൾ തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. മനസ്സിലായില്ലേ? നീ മാർക്ക് ISI മാർക്ക് എത്ര വെള്ളം മിനറൽ ബോട്ടിൽ ഉണ്ട്, ഇതിനൊക്കെ ബാക്കിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ISI. എന്ത് ISI? ഏത് ISI? നമ്മളെല്ലാം ഫുഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്വിഗ്ഗി നീ ഇത് കഴിക്കുന്ന സാധനം ഓക്കെ ഇതെല്ലാം പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. ഓക്കെ, ഈ പ്ലാസ്റ്റിക് ചൂടായിട്ടുള്ള കറി ഒരു പ്ലാസ്റ്റിക്കിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നിന്റെ വയറിന് അത് എന്തൊക്കെ കാണാം. ഇതെല്ലാം ക്യാൻസറസ് ആണ്, എല്ലാം പ്രശ്നം ഉണ്ടാക്കും. ശ്രീനിവാസ സാർ ഉണർന്നു. എല്ലാ ദിവസവും സ്വിഗ്ഗിയിൽ ഫുഡ് കഴിക്കുന്ന ഞാൻ. വീട്ടിലച്ഛൻ പറയില്ലേ ഇപ്പൊ ഈ പാക്കറ്റ് പാലും പശുവും തമ്മിൽ ഒരു ബന്ധമില്ല എന്നൊക്കെ അച്ഛന്റെ സോഷ്യൽ കമന്ററി അത് കേൾക്കുമ്പോ തിരിച്ചിങ്ങനത്തെ മറുപടികൾ പറഞ്ഞ കാര്യമില്ല. പുള്ളിക്ക് അത് പറയാനുള്ള യോഗ്യതയില്ല. കാരണം ഇതെല്ലാം പറഞ്ഞ് പുള്ളി പറഞ്ഞോണ്ടിരിക്കുന്നതാണ്. ഒന്നും ചെയ്യാൻ പാടില്ല, എല്ലാ ശരീരത്തിന് മോശമാണ്. കഴിക്കുമോ ഓർഗാനിക്. പണ്ടൊരു പട്ടിമേനോ എന്നൊരാളുണ്ട്, പട്ടിമേനോൻ. അത് പുള്ളി പട്ടിയെ ഇതുപോലെ സപ്ലൈ ചെയ്യും, സിനിമയ്ക്ക് ആവശ്യമുള്ള പട്ടികളെ സപ്ലൈ ചെയ്യും. പക്ഷെ പുള്ളിയൊരു ഗതികേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൽ പറഞ്ഞ് മേനോൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഹലോ മേനോനാണ്, ഏത് പട്ടിമേനോൻ? അങ്ങനെ ആളുണ്ട് അല്ല ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ അയാളെ പട്ടി മേനോൻ എന്ന് വിളിക്കാൻ പാടില്ല. ഞാനാണെങ്കിൽ പട്ടി ട്രെയിനർ മേനോൻ. പട്ടി ട്രെയിനർ മേനോൻ ഇന്ന് മുതലാ പുലി നരസിംഹൻ പട്ടി മേനോൻ. ആ മേനോൻ ചേട്ടന്റെ റിലേറ്റീവ്സ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവര് കേസ് കൊടുത്താൽ പേര് പറഞ്ഞിട്ടില്ല. മേനോന്മാർ ആയിരക്കണക്കിന് 10,000 ആയിരക്കണക്കിന് മേനോന്മാർക്കെതിരെയാണ്.